ബാങ്കിൽ ജോലി ചെയ്യുന്നത് ഹറാമാണോ? ഞാൻ ബാങ്ക് ജോലി കയറിയിട്ട് ഒരു മാസമാകുന്നു. ജോലി ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ജോലി കളയുന്നതിനോട് കുടുംബത്തിന് യോജിപ്പില്ല. പക്ഷേ ഞാൻ പലിശ വാങ്ങുന്നില്ലല്ലോ, കൊടുക്കുന്നുമില്ല, പിന്നെന്താ കുഴപ്പമെന്നാണ് കുടുംബങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ അതങ്ങനെയാണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ട്രെയിനി ആയിട്ടാണ് കയറിയത്, അതുകൊണ്ട് സാലറി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ട്രെയിനിങ് പീരീഡ് കഴിയുന്നത് വരെ ജോലി തുടരുന്നതിൽ കുഴപ്പമുണ്ടോ? ഒരുപാട് നല്ലൊരു ഗുണകാംക്ഷയോടുകൂടി ചോദിച്ചൊരു ചോദ്യമാണ്. ബാങ്ക് ജോലി ചെയ്യുന്ന ആളുകൾ മൊത്തത്തിൽ ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഒന്ന് ചോദ്യകർത്താവ് തന്നെ പറയുന്നുണ്ട് മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക്, നിൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അത് ചെയ്യുമ്പോൾ തെറ്റായി തോന്നുന്നു, പ്രയാസകരമായി തോന്നുന്നു, അത് പാപം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുളയിലെ അത് നുള്ളിക്കളയുക. ഇന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനവും പരീക്ഷണമാണ്. അപ്പോൾ ഇങ്ങനെ ജോലി തന്നിട്ട് അള്ള പരീക്ഷിക്കുകയാണ്. ഇവൻ്റെ നിലപാട് ഒരു ഹറാമിൻ്റെ ഒരു വഴി കാണിച്ചെന്ന് അത് സമ്പാദ്യമായി ഇവൻ സ്വീകരിക്കുമോ ഇല്ലയോ എന്നത് വലിയ ഒരു പരീക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അവ്വദല്ലാഹു ഖൈറൻ മിൻഹ, അള്ളാഹുവിന് വേണ്ടി ഇതിനെ മാറ്റിവെച്ചാൽ ഇതിനേക്കാൾ ഖൈറായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നത്. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹ് നല്ലവനാണ്, നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. നമ്മൾ ഹറാമിലൂടെ ഉണ്ടാക്കിയ കുറേ സമ്പാദ്യം ചെലവഴിച്ചിട്ട് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിലാണെന്ന് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. അപ്പോൾ എന്തുകൊണ്ടും അല്പം ശമ്പളം കുറഞ്ഞ മറ്റൊരു ജോലി, ഇപ്പോൾ അള്ളാഹിൻ്റെ ഭൂമി വിശാലമാണ്, ഇപ്പം ഷൂഫി മനാക്കിബിയ, അതിൻ്റെ ഉപരിതലത്തിലൂടെ നിങ്ങൾ ഉപജീവനത്തിന് വേണ്ടി തേടിക്കൊള്ളുക. ഒരു പക്ഷേ നമ്മൾ പഠിച്ചതായിരിക്കില്ല ജോലിയായി കിട്ടുക. ഇവിടെ അള്ളാഹു ഒരാളെ സൃഷ്ടിച്ചോ എങ്കിൽ അയാൾക്കുള്ള ഉപജീവനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് മരിക്കുന്നത് വരെ. അപ്പോൾ അത് ഒരു വഴിയിലല്ലെങ്കിൽ മറ്റൊരു വഴി. അപ്പോൾ ആ പോകുന്ന വഴി ഒരിക്കലും ഹറാമിൻ്റെ റൂട്ട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വ മുക്കലഹു വ കാതിബഹു വ ഷാഹിദൈ ഹും ഫീ സവ, പലിശ ഭക്ഷിക്കുന്നവൻ, അത് തീറ്റിപ്പിക്കുന്നവൻ, അതിൻ്റെ എഴുത്തുകാരൻ, സാക്ഷികാർ, അവരൊക്കെ ശാപത്തിന് വിധേയരാണ് എന്നും ഹും ഫീഹി സവാ, അവരതിൽ തുല്യരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഴുത്തുകാരനെ പോലെ തന്നെയാണ് സാക്ഷി നിൽക്കുന്ന ആൾ. ഒരു പക്ഷേ പലിശ ബാങ്കിൽ സാക്ഷിയുമല്ല, അല്ലെങ്കിൽ എഴുത്ത് ക്ലർക്ക് ജോലിയല്ല, പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരു സ്വീപ്പറായിരിക്കും, അവിടെ ജോലിക്കാരനായിരിക്കും. അതും ഈ പറഞ്ഞ പരിധിയില്ലെങ്കിലും ആ തിന്മയൊരു സപ്പ്. ഇപ്പോൾ ഉദാഹരണമായി മദ്യഷാപ്പിൽ മദ്യം വിളമ്പിക്കൊടുക്കുന്നവനല്ല, മറിച്ച് അവിടെ ക്ലീൻ ചെയ്യുന്നവനാണ് വിചാരിക്കുക, അതിൻ്റെ മുറ്റം ക്ലീൻ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അയാളുടെ ജോലി വെള്ളം കൊണ്ടുപോകുക എന്താ തെറ്റ്, മുറ്റം വൃത്തിയാക്കുന്ന എന്താ തെറ്റ് എന്നല്ല, അത് എന്തിനടിസ്ഥാനമാക്കി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഹറാമിൽ നിന്നാണ് വിട്ടു നിൽക്കുക തന്നെയാണ് വേണ്ടത്. കുടുംബങ്ങളെ നമ്മൾ സമാധാനിപ്പിക്കുന്നതിനേക്കാൾ വലുത് പരലോകമാണ് എന്ന ബോധം അവർക്കും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.